ഹലോ ഗായ്സ്, എല്ലാവർക്കും അപ്പോൺ സഞ്ജുവിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരു നോർമൽ സാധാരണ ഫോട്ടോയിനെ എങ്ങനെ വേറെ ലെവൽ പൊളി സാധനമാക്കി എടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി സ്നാപ്സീഡും പിക്സാർട്ടും എന്ന ആപ്പ് മാത്രമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് സ്നാപ്സീഡിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ലൈറ്റ് റൂം ഒന്നും യൂസ് ചെയ്യുന്നില്ല, സ്നാപ്സീഡിലൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സ്നാപ്സീഡിലും പിക്സാർട്ടിലും കൂടെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം അപ്പം ജസ്റ്റ് ഈ ഇമേജ് മാത്രം ലൈറ്റാക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ ആംബിയൻസൊക്കെ കുറച്ച് ഡാർക്ക് മൂടി ലെവലിലേക്ക് എത്തിക്കാം. കറക്റ്റ് വെട്ടം പൂവിലടിക്കുന്നത് കൊണ്ട് തന്നെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റൊക്കെ കൂട്ടിയാലും ആ ഒബ്ജക്റ്റിന് വലിയ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ തന്നെ തിരിയില്ല, കണ്ടോ ബ്രൈറ്റ്നസ് ഫുള്ള് കുറച്ചിട്ട് ഒബ്ജക്റ്റിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ കോൺട്രാസ്റ്റ് കൂട്ടാം, സാച്ചുറേഷൻ വാല്യൂ കുറച്ച് കൂടി കിടക്കട്ടെ. അതുപോലെ ആംബിയൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലാക്കായി. ഹൈലൈറ്റ് ഒരു ലെവലിൽ കുറച്ച് കൊടുക്കാം, അത് ഓവറായിട്ടുണ്ടെങ്കിലും വൃത്തികേടാം. ഷാഡോ കുറച്ച് കൂട്ടാം. പാമ്പത്ത് ഒരു മഞ്ഞ കളർ പാമ്പത്ത് വരട്ടെ, അങ്ങനെ ടിക്ക് കൊടുക്കുക. ജസ്റ്റ് ക്രോപ്പ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം റെസൊല്യൂഷനിൽ ക്രോപ്പ് ചെയ്യുന്നത് 4:3 കറക്റ്റ് വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്ത് ടിക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ ഡീറ്റെയിൽസിൽ പോവുക, സ്ട്രക്ചർ കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടി ഡാർക്കായി കാണാമല്ലോ. ദെൻ ഷാർപ്പനിങ് അത് കൂട്ടി കൊടുക്കുക. അപ്പം ക്ലാരിറ്റി കുറച്ച് കൂടിക്കോളും. ദെൻ ടിക്ക് കൊടുക്കുക. ഇനി ചെയ്യുന്നത് ഡബിൾ എക്സ്പോഷറിൽ പോയി ഒരു ലെൻസ് ഫ്ലെയർ ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. റീസെൻ്റിൽ പോയി ഗാലറിയിൽ പോയി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിലെ ഇത്ര സേവ് ചെയ്തിട്ട് പിക്സാർട്ടിൻ്റെ തന്നെ അവിടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ലെൻസ് ഫ്ലെയർ ഇമേജും ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്. ഈ ഇമേജാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അത് കറക്റ്റ് വേണ്ട പൊസിഷനിലൊന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് നമുക്ക് വേണ്ട ഫ്രെയിമിൽ അത് കീപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി ഡിഫോൾട്ട് തന്നെ വരുന്നാൽ മതി. ബ്രൈറ്റ്നസ് ഒപ്പോസിറ്റി ലെവൽ കുറച്ച് കൊടുക്കുക. ഓവറായാലും അത് വൃത്തികേടായി പോകും. അതുകൊണ്ട് കാഴ്ച നമുക്കത് വേണ്ട ലെവലിൽ കറക്റ്റ് ഇടാം. ഒരു പ്രോബ്ലം വന്നേക്കുന്നത് കണ്ടാൽ തിരിയും. അത് കാര്യമൊക്കെ കണ്ട കുഴപ്പമില്ല. നമുക്ക് പോയി ബ്രഷ് ചെയ്ത് കളയാം. റിവേർട്ടിൽ പോയി ബ്രഷ് ചെയ്ത് കളയാനുള്ളതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്തപ്പം അങ്ങനെയാണ് കിറ്റ് ചെയ്തത്, അതുകൊണ്ടാണ്. ഒരു പോർഷൻ അങ്ങ് ബ്രഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്നാപ്സീഡിൽ പണി തീർന്നു. നമുക്ക് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ പിക്കപ്പ് പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിക്കറിൽ പോവുക. സ്റ്റിക്കറിൽ പോയ ശേഷം ഡിസ്കവറിൽ ബ്ലൂ ബട്ടർഫ്ലൈ ഒരു ഇമേജ് ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെടുക്കുക. നമുക്ക് വേണ്ട ഇമേജ് ഇവിടെ കണ്ടുപിടിക്കുക. യെസ്, ഈ ഇമേജാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒക്കെ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട രീതിയിൽ കറക്റ്റ് പൊസിഷനിൽ ഈ പൂവിൻ്റെ ഇതളിൽ പൂമ്പാറ്റിരിക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാം. കറക്റ്റ് സൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഗൈസ്, അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ടിക്ക് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫോട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് സ്നാപ്സീഡിലും പിക്സാർട്ടിലായിട്ട് ഇതുപോലെ അടിപൊളി ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫോട്ടോ ഇപ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൺ സഞ്ജു എന്ന് നിങ്ങൾ കമൻറ്റ് മെൻഷൻ ചെയ്യുക, ടാഗ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ പോസ്റ്റ് കാണുന്നതായിരിക്കും. അതുപോലെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നെക്സ്റ്റ് ടൈം കാണാം. ഞങ്ങളെ കീപ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നെക്സ്റ്റ് ടൈം കാണാം ഗൈസ്, ബൈ.